ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ വാക്കുകളാണ്. മോസ്കോയിൽ നടന്ന ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൽ സംസാരിക്കവെയാണ് അജിത് ഡോവലാകട്ടെ ശക്തമായ മുന്നറിയിപ്പ് ഭീകരർക്ക് നൽകിയിരിക്കുന്നത്. രാജ്യാന്തര സുരക്ഷ നേരിടുന്ന വെല്ലുവിളികളും ഭീഷണികളും എന്ന വിഷയത്തിൽ ലോക നേതാക്കളും സുരക്ഷാ വിദഗ്ധരും ഒന്നിച്ച ഫോറത്തിൽ ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ ഏകോപിക്കുന്ന നീക്കം അത് അനിവാര്യമാണ് എന്നതായിരുന്നു അജിത് ഡോവൽ വ്യക്തമാക്കിയത്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കാനോ അതോ അവരെ പ്രതിരോധിക്കാനാണോ എന്ന കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിക്കണം. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ അവിടെ ഇരട്ടത്താപ്പ് അനുവദിക്കാൻ തനിക്ക് ആകില്ല എന്നതാണ് അജിത് ഡോവൽ വ്യക്തമാക്കുന്നത്. ചില രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ ഭീകരവാദത്തെ വ്യത്യസ്ത രീതിയിൽ കാണുന്ന സമീപനം ലോക സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്നും അദ്ദേഹം ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഭീകരവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ പോലും മറുവശത്ത് അതിനെ പിന്തുണയ്ക്കുന്ന ശക്തികൾക്ക് പരോക്ഷ പിന്തുണ നൽകുകയും ചെയ്യുന്ന സമീപനം അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതേസമയം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട ആഗോള സ്ഥാപനങ്ങളിൽ അടിയന്തര പരിരക്ഷകൾ ആവശ്യമാണ് എന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി. നിലവിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംവിധാനങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കേണ്ടതും ഇതിനോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ തുടങ്ങിയ രാജ്യാന്തര ജലപാതകളിലെ സുരക്ഷയും അദ്ദേഹം ഇവിടെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പ്രധാനമായും ഇക്കാര്യങ്ങളാണ് ഉയർത്തിക്കാട്ടുന്നത്. ലോക വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതം ഈ സമുദ്ര മാർഗങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നതിനാൽ സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ ഒരു സഞ്ചാരം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും പറയുന്നുണ്ട്. മധ്യപൂർവേഷ്യയിലെ സംഘർഷാവസ്ഥ, സമുദ്ര അതിർത്തികളിലെ ഭീഷണികൾ, സൈബർ ആക്രമണങ്ങൾ, ഭീകര സംഘടനകളുടെ അന്തർദേശീയ ശൃംഖലകൾ എന്നിവ ലോക സുരക്ഷയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അജിത് ഡോവലിന്റെ ഇത്തരം ഒരു പരാമർശം ഇപ്പോൾ ലോക ശ്രദ്ധ നേടുന്നത്. അതേപോലെ തന്നെ ഭീകരവാദത്തിനെതിരായ ശക്തമായ ആഗോള ഐക്യം രൂപപ്പെടേണ്ട സമയമാണിതെന്നും സുരക്ഷാ വിഷയങ്ങളിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് മുകളിലേക്ക് ഉയരേണ്ടതുണ്ട് എന്നതുമാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നിർണായക സന്ദേശമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം മോസ്കോയിൽ നടന്ന ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യാന്തര സുരക്ഷ നേരിടുന്ന വെല്ലുവിളികളും ഭീഷണികളും എന്ന വിഷയത്തിലായിരുന്നു ഈ ഫോറം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭീകരവാദത്തെ പ്രോത്സാഹിക്കുന്നവരെ പിന്തുണയ്ക്കാനോ അതോ അവരെ പ്രതിരോധിക്കണമോ എന്ന കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങൾ കൃത്യമായ തീരുമാനമെടുക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് പാടില്ല എന്നും ഭീകരരെ ഭീഷണികൾക്കെതിരെ, അതായത് ഭീകരർ ഉണ്ടാക്കുന്ന ഭീഷണികൾക്കെതിരെ ആഗോള പ്രതികരണം ആവശ്യമാണ് എന്നും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ആഗോള സ്ഥാപനങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യമാണ് എന്നും നിലവിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ ഇതിനോടകം തന്നെ അവയെ കൂടുതൽ ഫലപ്രദമാക്കണം എന്നതായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ തുടങ്ങിയ രാജ്യാന്തര ജലപാതകളുടെ സുരക്ഷിതത്വവും തടസ്സമില്ലാത്തതുമായ സഞ്ചാരം ഉറപ്പാക്കേണ്ടതും ഇവിടെ അനിവാര്യമാണ് എന്ന വിശദീകരണവും അദ്ദേഹം നൽകി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.